കാട്ടിലങ്ങാടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ വനിതാ കോളേജിൽ അറബിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അറബി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അറബി ഭാഷയെ ഇന്ത്യ രാജ്യത്തിന് ചരിത്രപരമായ ദൌത്യം നിർവഹിക്കാൻ മറ്റു രാഷ്ട്രങ്ങളോടൊപ്പം തലയുയർത്തി നിൽക്കാൻ അറബി ഭാഷയുടെ കോണിപ്പടി വഴിയുണ്ടായിട്ടുണ്ട്. ഇന്ന് തന്നെ ലോകത്ത് തലയുയർത്തി നിൽക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ പ്രവഹിക്കുന്നത് അറബി ഭാഷയിലാണ്. ലോകത്തെ അടക്കി ഭരിക്കുന്ന ആളുകൾ പോലും അറബി ഭാഷ ഉൾക്കൊള്ളുന്ന രാജ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും. ആ രീതിയിലുള്ള ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോ അറബി ഭാഷയെക്കുറിച്ച് സെമിനാറുകളും സിമ്പോസിയങ്ങളും സംഗമങ്ങളും ഒക്കെ കേരളീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അറബി ഭാഷയെ ചരിത്രത്തിന്റെ ഭാഷയായി, മനുഷ്യന്റെ ഭാഷയായി, മനുഷ്യന്റെ വികാസത്തിന്റെ ഭാഷയായി ഒക്കെ പലരും എഴുതുന്നു, പറയുന്നു. അത് പ്രാവർത്തികമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സമുച്ചയത്തെക്കുറിച്ച് പറയുമ്പോൾ അറബി ഭാഷയും ഇതും തമ്മിൽ വലിയ ബന്ധം. അന്താരാഷ്ട്ര അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി കാട്ടിലങ്ങാടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ വനിതാ കോളേജിൽ അറബിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കോളേജ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ കേരളത്തിലെ ആദ്യ എയ്ഡഡ് കോളേജിലൊന്നാണ് കാട്ടിലങ്ങാടിയിൽ തുടക്കം കുറിച്ചത്. 2 മാസമായി പ്രവർത്തനം ആരംഭിച്ച കോളേജിൽ ആദ്യ ബാച്ചിനായിട്ടാണ് അന്താരാഷ്ട്ര അറബിക് ദിനാചരണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അസീസ് ആലങ്കോടൻ സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യ അതിഥിയായി പ്രശസ്ത മാപ്പിളപ്പാട്ട് നിരൂപകനും ജൂറിയുമായ ഫൈസൽ ഇളയറ്റിൽ അറബി ഭാഷയെ ജനകീയമാക്കുന്നതിൽ മാപ്പിളപ്പാട്ടിന്റെ സ്വാധീനം എന്ന വിഷയത്തിൽ സംസാരിച്ചു. റസൂൽ തിരുമേനിയുടെ കാലത്തുള്ള രീതിയല്ല ഞാൻ പറഞ്ഞത്. ഈ അടുത്ത കാലത്തായിട്ട് ഗൾഫ് നാടുകളിൽ കൊണ്ടുള്ള സംസ്കാരമുണ്ട്, രാത്രികളിൽ സജീവമാകുന്ന ഒരു രീതി. അതുപോലും ഇന്ന് കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു രീതി നമ്മൾ ജീവിക്കുക. അവിടുത്തെ ഭക്ഷണം, അറബി ഭക്ഷണമല്ലേ ഇപ്പൊ മലയാളം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നാടൻ ഭക്ഷണമൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളത് എവിടെയുള്ളത്. നമ്മളൊരു ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ അത്രയും നമ്മുടെ ജീവിതവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മനോഹരമായ ഒരു ഭാഷ. ശരിക്കും ഈ ഗ്രീക്ക് ഭാഷയും ലോകത്തിന് വലിയ തത്വചിന്തകളും ലോകത്തിന് വഴികാട്ടിയായി നിന്ന ഗ്രീക്ക്, പേർഷ്യൻ, ഉറുദു ഭാഷകൾ, ഈ ഭാഷകളൊക്കെ അറബി ഇല്ലെങ്കിലില്ല. കാരണം അറബി ലിപിയിലാണല്ലോ ഈ ഉറുദു ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മാനേജർ സി മുഹമ്മദ് അലി കളപ്പാട്ടിൽ അബുഹാജി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ഫൈസൽ ഇളയറ്റിന്റെ ഗാനമാധുരിയിൽ നിറഞ്ഞ ദിനാഘോഷം സവിശേഷ അനുഭവമായി.